4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ പനമ്പാടം റോഡിലെ മിനിസം ഒഴിവാക്കി റോഡിൽ ഗ്രിപ്പിടുന്ന നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് റോഡിലെ പ്രതലത്തിൽ ഗ്രിപ്പ് ഇടുന്നത്. റോഡിന്റെ പ്രതലത്തിലെ മിനുസം മൂലമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് കഴിഞ്ഞ ദിവസം വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് റോഡിൽ ഗ്രിപ്പിട്ട് തുടങ്ങിയത്. മുണ്ടൂർ മുതൽ മണ്ണാർക്കാട് വരെയുള്ള ദേശീയപാതയിൽ അപകടങ്ങൾ പതിവായി ഉണ്ടാകുന്ന റോഡുകളിലെ ഇത്തരത്തിൽ ഗ്രിപ്പ് ഇടുന്നുണ്ട്. ക്ഷീരമേഖലയിലെ വികസനങ്ങൾ ചർച്ചയാക്കി ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന് തുടക്കമായി. 2 ദിവസങ്ങളായി പ്ലാച്ചിമട ഡോക്ടർ വർഗീസ് കുര്യൻ നഗറിലാണ് ക്ഷീര കർഷക സംഗമം നടക്കുന്നത്. പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ പ്രേംകുമാർ പതാക ഉയർത്തിയതോടെ സംഗമത്തിന് തുടക്കമായി. ക്ഷീരകർഷകർക്കായി സംഘടിപ്പിക്കുന്ന വിവിധ സെമിനാറുകളുടെ ഉദ്ഘാടനം KSCB ഡയറക്ടർ അഡ്വക്കേറ്റ് വി മുരുകദാസ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ ജില്ലയിലെ ക്ഷീരകർഷകർക്കായി 6.5 കോടി രൂപയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 8.5 കോടി രൂപയും വിനിയോഗിച്ചു കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ N ബിന്ദു ആമുഖ പ്രഭാഷണം നടത്തി. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK മണികുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷീര കർഷക സംഗമത്തോടനുബന്ധിച്ച് നടക്കുന്ന ഡയറി എക്സ്പോ വടകരപ്പതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസി ബ്രിട്ടോ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖല കൈവരിച്ച സാങ്കേതിക മികവുകൾ, ഫാം യന്ത്രവൽക്കരണം ഉൾപ്പെടെയുള്ള 35ഓളം സ്റ്റാളുകൾ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. വായ്പാ സാധ്യതകളും ക്ഷീരമേഖലയും എന്ന വിഷയത്തിൽ ലീഡ് ബാങ്ക് മാനേജർ PP അനിൽ, ആത്മ പദ്ധതി വിശദീകരണം എന്ന വിഷയത്തിൽ ആത്മ പ്രൊജക്ട് ഡയറക്ടർ PA ഷീന, ഭക്ഷ്യപരിപാലനം, പ്രതിസന്ധികൾ, മുന്നൊരുക്കങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സ്മിജി ഷാ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള കലാസന്ധ്യ സിനിമാ സംവിധായകൻ ഷാനു കാക്കൂർ ഉദ്ഘാടനം ചെയ്തു. രാവിലെ നടക്കുന്ന പൊതുസമ്മേളനം ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിക്കും. വയനാട്ടിൽ ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചിഴച്ചത് അതിക്രൂരമെന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. മലപ്പുറത്തെ പോലീസുകാരന്റെ ആത്മഹത്യ ജോലിസമ്മർദ്ദം മൂലമാണെന്നും MLA പറഞ്ഞു. അവരുടെ ഒരു ജോബ് പ്രഷർ എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർ അടിസ്ഥാനപരമായി ഫ്രസ്ട്രേറ്റഡ് ആണ്. അത് മറ്റുള്ളവരോട് തീർക്കാൻ പാടില്ല, അത് വേറെ വിഷയം. പക്ഷേ നീതിയുക്തമായി ഒരു സമൂഹത്തിന് കാവലാകേണ്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർക്കുണ്ടാകുന്ന കടുത്ത ജോലി സമ്മർദ്ദം അവരുടെ ജോലിയെ ഗൗരവമായി ബാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മലപ്പുറത്ത് ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം അടുത്ത് നമ്മൾ കേൾക്കുന്നതെല്ലാം പോലീസിന്റെ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളുടെ പേരിലാണ് മലപ്പുറം പോലീസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ SP, മുൻ SP, ഇപ്പോഴത്തെ SP അല്ല, മുൻപുണ്ടായിരുന്ന 2 SP ഇവരുടെയൊക്കെ പേരുകൾ നമ്മൾ കേട്ടത് ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ജോലി സമ്മർദ്ദം വർദ്ധിക്കുന്നു. സംഭവിക്കാൻ പാടില്ലാത്തതാണ് വയനാട്ടിൽ സംഭവിച്ചത്. കുറ്റക്കാർക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കണം. ആർക്കും ആവർത്തിക്കാൻ തോന്നാത്ത വിധം ശിക്ഷ ഉറപ്പാക്കണം. നീതി നിർവഹണത്തിൽ വരുന്ന വീഴ്ചകളാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആക്രമണമുണ്ടാവുന്നത്. പോലീസുകാർ വല്ലാത്ത സമ്മർദ്ദം അനുഭവിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ അവഗണിച്ചതിന്റെ ഫലമാണ് മലപ്പുറത്തെ പോലീസുകാരന്റെ ആത്മഹത്യ. സമ്മർദ്ദം കുറയ്ക്കാനുള്ള നടപടികൾ വാഗ്ദാനമായി തന്നെ അവശേഷിച്ചു. വയനാട് പ്രതികളെയും വാഹനവും പിടികൂടാനാവാത്തത് പോലീസിന്റെ വീഴ്ചയാണ്. പ്രത്യേക പരിഗണന വേണ്ടവരെ ക്രൂരമായി ആക്രമിക്കുന്നത് പതിവായത് പോലീസിന്റെ പരാജയമാണെന്നും MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സഹകരണ മേഖലയിലെ പെൻഷൻ പരിഷ്കരിക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് അധ്യക്ഷനായ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് പെൻഷൻ നിഷേധിക്കുന്നതാണെന്ന് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ ആരോപിച്ചു. പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ പെൻഷൻ പറ്റിയ ജീവനക്കാരുടെ സംഘടന, പെൻഷൻകാരുടെ സംഘടനയാണ് ഇത്. 19-12 ഞങ്ങളൊരു കലക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അടുത്ത ജനുവരി മാസത്തിൽ ഒരു അസംബ്ലി മാർച്ചും സംസ്ഥാന ജാഥയും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീരുന്നില്ലെങ്കിൽ അനിശ്ചിതകാല സത്യാഗ്രഹം സെക്രട്ടേറിയറ്റ് നടയിൽ. കുറഞ്ഞ പെൻഷൻ, മിനിമം പെൻഷൻ എന്നിവ വർദ്ധിപ്പിക്കുമെന്നും DAയും ആരോഗ്യ പദ്ധതിയും നടപ്പിലാക്കുമെന്ന വാഗ്ദാനം നടപ്പിലാവാത്തതിനെതിരെ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും മുണ്ടൂർ രാമകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയുമില്ലാത്ത പെൻഷൻ പരിഷ്കരണത്തിനാണ് സർക്കാർ തടസ്സം നിൽക്കുന്നത്. സഹകരണ ജീവനക്കാർക്കുണ്ടായിരുന്ന DA 2011 പെൻഷൻ പരിഷ്കരണത്തിലൂടെ ഇല്ലാതായി. കുറഞ്ഞ പെൻഷൻ 3500 രൂപയും കുടുംബ പെൻഷൻ 2500 രൂപയും മാത്രം കിട്ടുമ്പോഴാണ് പെൻഷൻ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കം നടത്തുന്നത്. പെൻഷൻ ഫണ്ടിൽ 1000
1656 കോടി സ്ഥിര നിക്ഷേപവും 69 കോടി ലാഭവും ഉണ്ടായിട്ടും പെൻഷൻ പരിഷ്കരണം നടപ്പിലാവുന്നില്ല. മാസവരുമാനത്തിന്റെ 18% പെൻഷൻ ബോർഡിലേക്ക് അടയ്ക്കുന്നവർക്ക് അടച്ച തുക പോലും പെൻഷനായി കിട്ടുന്നില്ല. ശരിയായ കണക്കുകളും ലാഭവിഹിതങ്ങളും കണക്കാക്കാതെയാണ് പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ സമരം തുടരുമെന്നും മുണ്ടൂർ രാമകൃഷ്ണൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ, ജില്ലാ സെക്രട്ടറി ആർ വിശ്വനാഥൻ, മനോഹരൻ, എ കണ്ണദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാഴാഴ്ച കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും ഇവർ അറിയിച്ചു. പിണറായി വിജയൻ മോശം മുഖ്യമന്ത്രിയും നല്ല കുടുംബനാഥനുമാണെന്ന് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. സംസ്ഥാന ഭരണം കൊണ്ട് തൈക്കണ്ടിയിൽ കുടുംബത്തിനല്ലാതെ മറ്റാർക്കും നേട്ടമില്ലെന്നും MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പാലക്കാട് നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈദ്യുതി ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയിലും കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് നടക്കുന്നത്. മിനിമം 250 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് 60 രൂപയാണ് വർധനവ്. അയൽ സംസ്ഥാനത്ത് 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമാണ്. ഇത് പരിശോധിച്ചാൽ സർക്കാരിന്റെ ധൂർത്ത് വ്യക്തമാവും. ബിവറേജസ് കോർപ്പറേഷൻ പോലും 2000 കോടിയോളം കടത്തിലാക്കിയെന്നാൽ ഇത് എന്ത് സർക്കാരാണെന്ന് മനസ്സിലാവും. വൈദ്യുതി ചാർജ് വർധന അറിഞ്ഞില്ലെന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. വൈദ്യുതി മന്ത്രിക്ക് പറ്റിയ പണി കൃഷിയാണ്. കുറഞ്ഞ ചിലവിൽ വൈദ്യുതി ലഭിക്കാനായി UDF നടപ്പിലാക്കിയ കരാർ ഇല്ലാതാക്കിയതാണ് വൈദ്യുതി ക്ഷാമത്തിന് കാരണം. മുൻകരാറുകൾ ഇല്ലാതാക്കിയത് കോടികളുടെ അഴിമതിക്കാണ്. KSEBക്ക് ലഭിക്കേണ്ട കാർബറാണ്ടം വൈദ്യുതി പദ്ധതി കാർബറാണ്ടത്തിന് തന്നെ നൽകാനുള്ള താൽപര്യത്തിന് പിന്നിലും കോടികളുടെ അഴിമതിയാണ്. 2026 വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ പിണറായി സർക്കാർ ഉണ്ടാവില്ലെന്നും MLA പറഞ്ഞു. മകന്റെ ഭാര്യയുടെ പിതാവിനോട് വരെ ആ കരുതലും ആ സ്നേഹവും ഉള്ള ഒരു നല്ല മനുഷ്യനാണ് ശ്രീ പിണറായി വിജയൻ. അതേ ഒരു നല്ല കുടുംബനാഥനും ഒരു മോശം മുഖ്യമന്ത്രിയുമാണെന്ന് ഞാൻ എപ്പോഴും പറയും. മോശം മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോൾ തന്നെ പറയും അദ്ദേഹം ഒരു നല്ല കുടുംബനാഥനാണ്. ആ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ അകന്ന ബന്ധമായി തുള്ളിയാൽ തെറിച്ച ബന്ധമെങ്കിലും ഉള്ള ആളാണെങ്കിൽ അതിനെ ചേർത്ത് നിർത്താൻ നല്ല മനസ്സുള്ള ഒരു കുടുംബനാഥനും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പരാജയപ്പെട്ട മുഖ്യമന്ത്രിയുമാണ് ശ്രീ പിണറായി വിജയൻ എന്ന് നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ശ്രീ പിണറായി വിജയനോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അവസാനിപ്പിക്കുക. 2024 നിങ്ങൾ വർദ്ധിപ്പിച്ചു, ഞങ്ങൾ സമരങ്ങളുമായി വരുന്നത്. 25 നിങ്ങൾ വർദ്ധിപ്പിച്ചു, ഞങ്ങൾ സമരങ്ങളുമായി വരുന്നുണ്ട്. 26 വർദ്ധനവ് നടപ്പിലാക്കുവാൻ ഈ നാട്ടിൽ ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ് ഈ സമരങ്ങളുടെ ക്ലൈമാക്സ്. ബ്ലോക്ക് പ്രസിഡന്റ് CB സതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി P പാലഗോപാൽ, KPCC മെമ്പർ K കുമാരി, DCC ജനറൽ സെക്രട്ടറി G ശിവരാജൻ, പ്രകാശൻ കാഴ്ചപ്പറമ്പിൽ, പ്രാരി ബ്ലോക്ക് പ്രസിഡന്റ് പ്രിയ കുമാരൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയ്ഘോഷ്, മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PH മുസ്തഫ, A കൃഷ്ണൻ, KR ശരരാജ്, ഹരിദാസ് മച്ചിങ്ങൽ, മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, SM താഹ, S സേവ്യർ, പ്രസാദ് കിനാശ്ശേരി, ഇസ്മയിൽ പ്രാരി, ബോബൻ മാട്ടുമന്ത എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് ജില്ലാ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർക്കെതിരെ കള്ളക്കേസെടുത്തതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ സംഗമം നടത്തി. പാലക്കാട് ബാറിലെ 25-ലധികം അഭിഭാഷകരുടെ പേരിൽ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ശരിയായ അന്വേഷണം നടത്താതെ FIR രജിസ്റ്റർ ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു അഭിഭാഷകരുടെയും അഭിഭാഷക ക്ലർക്കുമാരുടെയും നേതൃത്വത്തിൽ കോടതി പരിസരത്ത് സംഗമം സംഘടിപ്പിച്ചത്. പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് MS രൂപേഷ്, ഗവൺമെന്റ് പ്ലീഡർ P അനിൽ എന്നിവരടക്കമുള്ളവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, പ്രിൻസിപ്പൽ, ഗവൺമെന്റ് പ്ലീഡർ എന്നിവർക്കെതിരെ കള്ളക്കേസെടുത്തതിൽ യോഗം ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ചയും കുറച്ച് ദിവസങ്ങളായി അഡീഷണൽ മുനിസിപ്പൽ കോടതിയിൽ നടക്കുന്ന ഒരു സിവിൽ കേസിനെ സംബന്ധിച്ച് ഒറ്റപ്പാലത്തു നിന്നും സീനിയർ അഭിഭാഷകനായ ഗിരി അയ്യർ കേസ് നടത്താൻ വരികയും ആ കേസ് നടത്തിയതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഷെയ്ഖ് അബ്ദുള്ളയുടെ 2 ജൂനിയർ അഭിഭാഷകരും ക്ലർക്കുമാർ അല്ലാത്ത 2 പേരും അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും കുറച്ച് അഭിഭാഷകരും കൂടി പോയി ചേർന്നാണ് അദ്ദേഹത്തിനെ അവിടെ നിന്ന് റിലീസ് ചെയ്ത് കൊണ്ടുവന്നത്. അദ്ദേഹം ഗിരിയർ പിന്നീട് പോലീസിലും ബാർ അസോസിയേഷനിലും ജില്ലാ കോടതിയിലും പരാതി നൽകി. ആ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ആ FIR രജിസ്റ്റർ ചെയ്തതിൻ്റെ വൈരാഗ്യത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഗവൺമെൻറ് പ്ലീഡർ ഉൾപ്പെടെ 25ഓളം അഭിഭാഷകർക്കെതിരെ
കേസ് കളവായ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഇവിടുത്തെ പാലക്കാട് ജില്ലാ കോംപ്ലക്സിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ആ കളവ് വളരെ വ്യക്തമാണെന്ന് ബോധ്യമാകുന്നു. യാതൊരു നടപടിക്രമങ്ങളും പ്രാഥമിക നടപടിക്രമങ്ങളോ ഒന്നും തന്നെ നിയമമോ പാലിക്കാതെയാണ് പോലീസ് ഇത്തരമൊരു FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് വളരെയേറെ പ്രതിഷേധം അർഹിക്കുന്നതാണ്. യോഗത്തിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി NV ബിനോയ് ആമുഖ പ്രഭാഷണം നടത്തി. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് MS രൂപേഷ്, T ഗിരി, CP പ്രമോദ്, മിനി ഫ്രാൻസിസ്, PM രമേശൻ, P ശ്രീപ്രകാശ്, മാത്യു തോമസ്, N രാജേഷ്, KN അഭിജിത്ത്, അഭിഭാഷക ക്ലർക്ക് അസോസിയേഷൻ ഭാരവാഹി ജയകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് രാഖി നന്ദിയും പറഞ്ഞു. വടക്കഞ്ചേരി വാളയാർ ദേശീയപാതയിൽ മംഗലം കരുവപ്പാടത്ത് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. കാർ തലകീഴായാണ് മറിഞ്ഞത്. വടക്കഞ്ചേരി ചീരക്കുഴി അഷ്റഫ്, പാലക്കുഴി സ്വദേശി ജോമോൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലത്ത് 6:30യോടെയാണ് അപകടം. വടക്കഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് പാലക്കാട് ദിശയിലേക്ക് പോകുന്ന റോഡിലേക്ക് മറിയുകയായിരുന്നു. ഈ സമയത്ത് മറ്റു വാഹനങ്ങൾ എതിർദിശയിൽ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. പരിക്കേറ്റവരെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കാർഷിക മേഖലയിൽ കേരളം നടപ്പിലാക്കേണ്ട പദ്ധതികളിൽ നിന്ന് LDF സർക്കാർ പിന്നോക്കം പോയെന്ന് കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി. കേരളത്തിന്റെ സമരചരിത്രം കർഷകരുടെയും തൊഴിലാളികളുടെയും കൂടിയാണെന്നും KGOF ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന കർഷക സെമിനാർ ഉദ്ഘാടനം ചെയ്ത ചാമുണ്ണി പറഞ്ഞു. കാർഷിക മേഖലയിലേക്കുള്ള കടന്നുകയറ്റം വിദേശികളും സ്വകാര്യ കുത്തകകളുമുണ്ട്. കുത്തകകളുടെ കടന്നുകയറ്റം ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലായ്മയും ചെലവ് വർധനവും ഉണ്ടാക്കുന്നത് കാർഷിക മേഖലയെ ബാധിക്കുന്നുണ്ട്. കർഷകരെ തീർത്തും അവഗണിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നയം. എന്നാൽ ബദൽ മാർഗങ്ങൾ കേരള സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണമെന്നും വി ചാമുണ്ണി പറഞ്ഞു. KGOF ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മേരി ജൂലിയറ്റ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കർഷക അവാർഡ് ജേതാവ് P ഭുവനേശ്വരിയെ ആദരിച്ചു. ഭുവനേശ്വരി തന്റെ കാർഷികാനുഭവം പങ്കുവച്ചു. ജില്ലാ സെക്രട്ടറി MN സുഭാഷ്, ഡോക്ടർ ഷിബു, K ജേക്കബ്, K ഷാജഹാൻ, റാണി R ഉണ്ണിത്താൻ, ഡോക്ടർ ശ്രീഹരി, അശ്വിൻ T എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് പാലക്കാട് ജില്ലയുടെയും സൈന്യ മാതൃശക്തിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 1971 യുദ്ധവിജയത്തിന്റെ സ്മരണ ദിനമായ ഡിസംബർ 16-ന് വിജയ് ദിവസ് സമുചിതമായി ആചരിച്ചു. പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ഈ ദിനം രാഷ്ട്ര സുരക്ഷാ ദിനമായാണ് ആചരിക്കുന്നത്. പാലക്കാട് കോട്ടമൈതാനം രക്തസാക്ഷി മണ്ഡപത്തിൽ വീരബലിദാനികൾക്ക് പുഷ്പചക്രം അർപ്പിച്ചതിനു ശേഷം നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് P ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ബ്രിഗേഡിയർ നാരായണ മേനോൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് കേണൽ M അച്യുതൻ, മുരളീധരൻ എറക്കാട്ടിൽ, ജയ അച്യുതൻ, രമേഷ് കുമാർ, പ്രസാദ് K തുടങ്ങിയവർ സംസാരിച്ചു. 1971 യുദ്ധത്തിൽ പങ്കെടുത്ത മികച്ച സേവനം കാഴ്ചവെച്ച വിരമിച്ച വീരസൈനികരായ ബ്രിഗേഡിയർ നാരായണ മേനോൻ, ഹവിൽദാർ മോഹൻദാസ്, സർജൻ പുരുഷോത്തമൻ നായർ, സിപ്പോയി ഫിലിപ്പ് T K, സർജൻ പുരുഷോത്തമൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ 8, 10, 11 വാർഡുകളിലൂടെ കടന്നുപോകുന്നതും 2 സ്റ്റേറ്റ് ഹൈവേകളെ ബന്ധിപ്പിക്കുന്നതുമായ താഴെ പോക്കാന്തോട് നെയ്തല റോഡിന്റെ നിർമ്മാണോദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. മലമ്പുഴ MLA A പ്രഭാകരൻ അധ്യക്ഷനായി. 40 വർഷത്തോളമുള്ള ജനങ്ങളുടെ സ്വപ്നമാണ് ഈ റോഡ് നിർമ്മാണത്തിലൂടെ സഫലമാകാൻ പോകുന്നത്. നമ്മളന്ന് പരിശോധന നടത്താൻ എല്ലാവരും കൂടെ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞു അല്ലേ? 2 കൊല്ലമായില്ലേ? ഇതെല്ലാം കഴിഞ്ഞ് അതിന്റെ അപ്രൂവൽ ആവാൻ ഇത്രയും സമയമെടുത്തു. അപ്രൂവൽ ആവുന്ന സമയത്ത് തെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു. സ്വാഭാവികമായിട്ടും കോഡ് ഓഫ് കോണ്ടാക്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു. അത് കഴിഞ്ഞ് ടെൻഡർ കഴിഞ്ഞ് അതിനും ഇഷ്ടംപോലെ സമയമാണ്. ടെൻഡർ കഴിഞ്ഞ് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞ് അധികം ദിവസമായിട്ടില്ല. ഇതിനൊപ്പം ആണ് നമ്മുടെ പാലം. അത് രണ്ട് പ്രോജക്റ്റ് ആയിട്ടാണ്. പാലവും ടെൻഡർ വെച്ചു. നിർഭാഗ്യവശാൽ അത് കരാർ എടുത്തിട്ടില്ല. പാലായതുകൊണ്ട് ലാഭം കുറച്ച് കുറയുന്നുള്ളത് കൊണ്ടായിരിക്കും. എന്തായാലും അടുത്ത റീടെൻഡർ ഉടനെ ഉണ്ടാവില്ലേ? ഉടനെ ഉണ്ടാകും. ഈ റോഡ് നിർമ്മാണത്തോടൊപ്പം പാലത്തിന്റെ നിർമ്മാണവും നടക്കും.
പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജനയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം നടപ്പിലാക്കുന്നത്. 6.175 കിലോമീറ്റർ നീളമുള്ള റോഡ് നിർമ്മാണത്തിന് 5,88,00,000 രൂപയാണ് എസ്റ്റിമേറ്റ് വകയിരുത്തിയിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ജൂബി സാന്ദ്ര റിപ്പോർട്ട് അവതരണം നടത്തി. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുജാത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KG സരോജ, ഇലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സുനിൽകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV പുണ്യകുമാരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ശരവണകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ R രാജകുമാരി, പഞ്ചായത്ത് അംഗങ്ങളായ D രമേശൻ, C മൂർത്തി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രേവതി ബാബു സ്വാഗതവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിർമ്മല K നന്ദിയും പറഞ്ഞു. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ മാനവ വിഭവശേഷി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷകർത്തൃ സംഗമം തളിപ്പറമ്പ് താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ഷജിത് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി N. കൃഷ്ണകുമാർ, യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ P. സന്തോഷ് കുമാർ, R. ശ്രീകുമാർ, U. നാരായണൻകുട്ടി, മോഹൻദാസ് പാലാട്ട്, A. അജി, KP രാജഗോപാൽ, K. ശിവാനന്ദൻ, C. വിപിനചന്ദ്രൻ, M. സുരേഷ് കുമാർ, പ്രതിനിധി സഭാംഗം C. കരുണാകരൻ ഉണ്ണി, NSS ഇൻസ്പെക്ടർ K. S. അശോകൻ, വനിതാ യൂണിയൻ ഭാരവാഹികളായ J. ബേബി ശ്രീകല, അനിത ശങ്കർ, S. സ്മിത, സുനിത ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു. എലപ്പുള്ളി വേങ്ങോടി ന്യൂ കോളനി റോഡ് കോൺക്രീറ്റ് ചെയ്തതിന്റെ ഉദ്ഘാടനം A. പ്രഭാകരൻ MLA നിർവഹിച്ചു. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രേവതി ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ R. രാജകുമാരി സ്വാഗതം പറഞ്ഞു. പാഡിക്കോ ഡയറക്ടർ K. R. സുരേഷ് കുമാർ, അയസ്ക യൂത്ത് ഫോറം സൗത്ത് ഇന്ത്യ ഡയറക്ടർ Dr. N. ശുദ്ധോധനൻ, CPM ലോക്കൽ സെക്രട്ടറി M. സുന്ദരൻ, പാടശേഖര സമിതി സെക്രട്ടറി A. സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നാഥധാര ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ പ്രാരി കണ്ണുകോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുന്ന മാർഗഴി സംഗീതോത്സവത്തിന് തുടക്കമായി. ഞായറാഴ്ച മുതൽക്ക് ആരംഭിച്ച പാലക്കാട് മാർഗഴി ഫെസ്റ്റ് കർണാടക സംഗീതജ്ഞനും പിന്നണി ഗായകനുമായ K. ശ്രീറാം തമ്പുരുമേറ്റി ഉദ്ഘാടനം ചെയ്തു. വയലിൻ വിദ്വാൻ നെടുമങ്ങാട് ശിവാനന്ദൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മാർഗഴി സംഘടനാ പ്രസിഡന്റ് MP രാജേഷ് അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ ആച്ചാനത്ത, ബേബി ശ്രീറാം, MP മധുസൂദനൻ, KV കൃഷ്ണൻ, ശങ്കർദാസ്, മോഹൻകുമാർ, ശബരി ഗിരീഷ്, പ്രവീൺ കുമാർ തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. ആദ്യ ദിവസം പാലക്കാട് K. ശ്രീറാമിന്റെ സംഗീത കച്ചേരി അരങ്ങേറി. ഇടപ്പള്ളി അജിത് വയലിനിലും Dr. ജയകൃഷ്ണൻ മൃദംഗത്തിലും, പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് മുഖർശങ്കിലും, TR പരമേശ്വരൻ തമ്പുരുവിലും വാദ്യാകമ്പടിയായി. മാർഗഴി ഫെസ്റ്റ് ജനുവരി 12 വരെ നീണ്ടുനിൽക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യ പാലക്കാട് ചാപ്റ്റർ വിക്ടോറിയ കോളേജിലെ കൊമേഴ്സ് ബിരുദാനന്തര റിസർച്ച് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. വിശ്വനാഥ് ഭട്ട്, പ്രവീൺ കുമാർ, K. അരവിന്ദാക്ഷൻ പിള്ള, അനുക്കുട്ടി ചെല്ലപ്പൻ, സജിത് വടുപ്പാറ തുടങ്ങിയവർ പ്രഭാഷണങ്ങൾ നടത്തി. മുഹമ്മദ് അൽഫാൻ നേതൃത്വം നൽകിയ പവർ B1 ട്രെയിനിംഗും നടന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പുതുശ്ശേരി യൂണിറ്റ് വാർഷിക സമ്മേളനം കഞ്ചിക്കോട് NSS കരയോഗം ഹാളിൽ നടന്നു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് T. വെള്ളപ്പൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് C. പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും S. ശാന്തകുമാരി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഗിരിജാദേവി, ലീലാകുമാരി, നളിനി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. പെൻഷൻ ആനുകൂല്യം 5000 വർദ്ധിപ്പിക്കുക, ESIൽ ഉൾപ്പെടുത്തുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക, കറന്റ് ചാർജ് വർധന പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജോയിന്റ് സെക്രട്ടറി V. രാജൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് P. ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് C. പ്രദീപൻ, സെക്രട്ടറി K. ഗീത എന്നിവരെ തിരഞ്ഞെടുത്തു. ആർട്ടിസ്റ്റ് ഷാജി അമ്പലപ്പാറയുടെ സോളോ പെയിന്റിംഗ് എക്സിബിഷന് IMA ഹാളിൽ തുടക്കമായി. ഇനാമൽ, ഓയിൽ, ആക്രിലിക് പെയിന്റിങ്ങുകളിൽ വരച്ച 100-ൽ-പരം ചിത്രങ്ങളുടെ ശേഖരണവുമായാണ് ചിത്രപ്രദർശനം ആരംഭിച്ചിട്ടുള്ളത്. ചിത്രകലയ്ക്കൊപ്പം പേപ്പർ പൾപ്പ് ശില്പങ്ങളും ഷാജി CK നിർമ്മിക്കുന്നുണ്ട്. ഏതാണ്ട് ഇപ്പോൾ ഈ നടത്തുന്ന ചിത്രപ്രദർശനത്തിൽ ഒരു 110ഓളം ചിത്രങ്ങൾ വരും. അതിൽ മ്യൂറൽ പെയിൻറ്റിങ്സ് ഉണ്ട്, അക്രിലിക്കിൻ്റെ ഉണ്ട്, ഇനാമലുണ്ട്, ഓയിലുണ്ട്, മറ്റേ കണ്ടംപററി ആർട്ട് പോലത്തെ ചിത്രങ്ങളുണ്ട്, രവിവർമ്മ ചിത്രങ്ങളുണ്ട്. അങ്ങനെ പല എല്ലാ ഇതിൽപ്പെട്ട ചിത്രങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ചുമർ ചിത്രങ്ങൾ, പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, ബാംബു മാറ്റ് പെയിന്റ് എന്നിവയെല്ലാം പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സോളോ പെയിന്റിംഗ് എക്സിബിഷൻ 18-ന് സമാപിക്കും. പുൽക്കൂട് 2024 ഐക്യ ക്രിസ്മസ് ആഘോഷം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മലബാർ ഭദ്രാസനാധിപൻ ഗീർ വർഗീസ് മാർ പക്കോമിയസ് ഉദ്ഘാടനം ചെയ്തു.
കാഞ്ഞിക്കുളം, കല്ലടിക്കോട്, കരിമ്പ, തച്ചമ്പാറ, ചൂരിയോട്, ഇരുമ്പാമുട്ടി, പാലക്കയം പ്രദേശങ്ങളിലെ ക്രൈസ്തവ പള്ളികളുടെ സംയുക്ത പങ്കാളിത്തത്തിൽ ക്രമീകരിച്ച 21ാമത് ഐക്യ ക്രിസ്മസ് ആഘോഷം പുൽക്കൂട് 2024 മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പക്കോമിയോസ് ഉദ്ഘാടനം ചെയ്തു. പുൽക്കൂട് തിരസ്കരണത്തിന്റേതല്ല, ചേർത്തുപിടിക്കലിന്റേതാണ്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ് പുൽക്കൂട്. കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ബോധ്യപ്പെടുത്തലാവണം ക്രിസ്മസ്. സമാധാനമുള്ളിടത്താണ് പുൽക്കൂടുകൾ സ്ഥാപിക്കപ്പെടുക എന്നും ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഉണ്ടാകുമെന്നും ദുരന്തബാധിതരെയും ആശയറ്റവരെയും ചേർത്തുപിടിക്കുന്നതാണ് യഥാർത്ഥ മനുഷ്യത്വമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എക്യുമെനിക്കൽ ചർച്ചസ് ചെയർമാൻ ഫാദർ ഐസക് കോച്ചേരി അധ്യക്ഷത വഹിച്ചു. ഫാദർ വിൽസൺ വർഗീസ്, ഫാദർ വർഗീസ് ജോൺ, ഫാദർ മാർട്ടിൻ കളമ്പാടൻ, സിസ്റ്റർ ഫ്രാൻസീന, തമ്പി തോമസ് എന്നിവർ പ്രസംഗിച്ചു. വൈദികരായ ഡോക്ടർ ജോൺ ആളൂർ, അനീഷ് ചെറുപറമ്പിൽ, ജോഷി ചെല്ലങ്കോട്ട, ജോവാക്കിൻ പണ്ടാരക്കുടിയിൽ, ലാലു ഒലിക്കൽ, ചെറിയാൻ ആഞ്ഞിലിമുട്ടിൽ, സാമുവേൽ വർഗീസ്, റവറൻ ബിനു സി വർഗീസ്, റവറൻ അനിൽ എബ്രഹാം, PC രാജൻ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ മേഖലകളിൽ ഉന്നത സ്ഥാനം നേടിയവരെയും പരീക്ഷാ വിജയികളെയും ആദരിച്ചു. ചികിത്സാ ധനസഹായ വിതരണവും നടത്തി. വ്യത്യസ്ത ദേവാലയങ്ങളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും ഉണ്ടായി. കാഞ്ഞിക്കുളം മുതൽ ചിറക്കൽപ്പടി വരെയുള്ള വിവിധ സഭകളിൽപ്പെട്ട 15 പള്ളികളും 6 കോൺവെന്റുകളും ഉൾപ്പെടുന്നതാണ് കരിമ്പ എക്യുമെനിക്കൽ പ്രസ്ഥാനം. ജൈവ കാർഷിക മേഖലയ്ക്ക് ഉണർവേകാൻ ഒരു പുതിയ സംരംഭം. ജൈവ സംസ്കൃതി കേന്ദ്രം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം തുടങ്ങി. കാർഷിക ജൈവ ഉൽപ്പന്നങ്ങൾ, ചെറുധാന്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ഔഷധ അരിയിനങ്ങളും ഉൽപ്പന്നങ്ങളും, ജൈവവളങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ, നടീൽ വസ്തുക്കൾ, ചെടിച്ചട്ടികൾ എന്നിവയുടെ വിൽപ്പനയ്ക്ക് പുറമെ ജൈവ കൃഷി പരിശീലനവും ഇവിടെ നിന്നും ലഭിക്കും. ഐസ്ക ഇന്റർനാഷണൽ യൂത്ത് ഫോറം സൗത്ത് ഇന്ത്യ ഡയറക്ടർ ഡോക്ടർ എൻ ശുദ്ധോധനൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന കേരളപ്രഭ കർഷകശ്രീ പുരസ്കാര ജേതാവ് P. ഭുവനേശ്വരി, കർഷക പ്രമുഖൻ ഓലശ്ശേരി രാജഗോപാലിന് നൽകി നിർവഹിച്ചു. കേരള ജൈവ സംരക്ഷണ സമിതി ചെയർമാൻ K. നാരായണൻ, സെക്രട്ടറി മലമ്പുഴ രാജീവ്, ഓർഗ ഹബ് ഡയറക്ടർ S. ഉദയപ്രകാശ്, SNPS ട്രഷറർ V. വാസുദേവൻ, ഡയറക്ടർ K. പ്രഭാകരൻ, ജൈവ സംസ്കൃതി കേന്ദ്രം ഡയറക്ടർ V. മുരളീധരൻ, K. ജാനകി, TP ശുഭ എന്നിവർ സംസാരിച്ചു. എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചപ്പോൾ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും ആവട്ടെ എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ഒരു ജൈവ കാർഷിക പ്രസ്ഥാനത്തിലെ എൻ്റെ ഭാഗമായിട്ട് ഇത്തരം ജൈവ കൃഷിയെ സഹായിക്കുന്നത്, ജൈവ കൃഷി ഉൽപ്പന്നങ്ങളെ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു ഘട്ടം തുടങ്ങാൻ തീരുമാനിച്ചത്. സ്വാഭാവികമായി എൻ്റെ മനസ്സിൽ ആദ്യം എത്തിയ പേരുകൾ, മനസ്സിൽ വന്ന ആൾക്കാർ ശുദ്ധോധനൻ സാറും ഭുവനേശ്വരി അമ്മയും ആണ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.